നമസ്കാരം. ശ്രീ പാർവതി ദേവി സ്നാനശുദ്ധിക്കായി തയ്യാറെടുക്കവേ ദേവിയുടെ ഉള്ളിൽ ഒരു ഉൾക്കിടലുമുണ്ടായി. തന്റെ സ്നാന കർമ്മങ്ങൾ മറ്റാരെങ്കിലും ദർശിക്കാതിരിക്കുവാൻ ദേവി തന്റെ ദേഹത്ത് ലേപനം ചെയ്തിരിക്കുന്ന മഞ്ഞളും ചന്ദനവും വടിച്ചെടുത്ത് ഒരു പുത്രനെ സൃഷ്ടിച്ചു. ഗണേശൻ എന്ന നാമകരണവും ചെയ്ത് ഗോപുരവാതിൽക്കൽ കാവൽ നിർത്തി. ആരെയും കടത്തിവിടരുത് എന്ന നിർദ്ദേശവും നൽകി. തുടർന്ന് ലോക സഞ്ചാരം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശ്രീ മഹേശ്വരനെ ഗണേശൻ തടയുന്നു. സർവവിഘ്ന വിനാശകനായ ഗണപതി ഗജമുഖനായ കഥ ദൃശ്യമികവോടെ ഞങ്ങൾ സവിനയം സമർപ്പിക്കുന്നു. ബാലഗണപതി ബാലഗണപതി ബാലഗണപതി. നിൽക്കൂ, അകത്തേക്ക് കടക്കാൻ ആർക്കും അനുവാദമില്ല. വേഗം തിരിച്ചു പോയിക്കോളൂ. ബാലക, ആരാണ് നീ? നിന്നെ ഇതിനു മുമ്പ് നാം കണ്ടിട്ടില്ലല്ലോ. സാരമില്ല, വഴിമാറി നാം അകത്തേക്ക് പോകട്ടെ. സാധ്യമല്ല. എന്റെ മാതാവിന്റെ അനുവാദമില്ലാതെ ആരെയും ഞാൻ അകത്തേക്ക് കടത്തിവിടില്ല. ഓഹോ, പക്ഷേ നീ ആരാണ്? ഞാൻ ദേവി പാർവതി മാതാവിന്റെ ഓമനപുത്രനായ ഗണേശൻ. നീ പാർവതിയുടെ പുത്രൻ? അതെ. എന്താ അങ്ങേക്ക് സംശയം? പക്ഷേ പാർവതി ഗർഭവതിയായിരുന്നില്ലല്ലോ. എടാ, ഇതെന്ത് പരിമായം! ഈ വിവരം പാർവതി നമ്മോട് പറഞ്ഞിരുന്നുമില്ലല്ലോ. ബാലക, നാം പാർവതിയുടെ പതിയാണ്. നമുക്ക് ഇതുവരെ സന്താനങ്ങൾ ഒന്നും തന്നെ ജനിച്ചിട്ടില്ല. പിന്നെ നീ എങ്ങനെ പാർവതിയുടെ പുത്രനാകും? അതിനെപ്പറ്റി എനിക്കറിയില്ല. മര്യാദയ്ക്ക് വന്നവിടിയെ തിരിച്ചു പോയിക്കോ. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും. അജ്ഞാനിയായ ബാലക, നാം ആരാണെന്ന് നിനക്കറിയില്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ പരബ്രഹ്മം. നമ്മുടെ കോപത്തിന് ഇരയാകണ്ടെങ്കിൽ മാറി നിൽക്കൂ. ഹേ, നിർത്ത്. പരബ്രഹ്മ സ്വരൂപിണിയായ എന്റെ മാതാവിനെ ആക്ഷേപിക്കുകയാണോ നിങ്ങൾ? കടന്നു പോയില്ല എങ്കിൽ ഈ ആയുധത്താൽ ഞാൻ നിങ്ങളെ വധിച്ചിരിക്കും. നീ നമ്മെ വധിക്കുമെന്നോ? എന്നാൽ നിന്റെ കിളച്ചതും നിശ്ചയം. എന്റെ പുത്ര, ഭഗവാനെ, അങ്ങ് എന്താണ് ഈ കാട്ടിയത്? നമ്മുടെ പുത്രൻ എന്ത് അപരാധമാണ് ചെയ്തത്? അങ്ങയുടെ അനിയന്ത്രിതമായ കോപമാണ് ഇതിനൊക്കെ കാരണം. വാത്സല്യഭാചനമായ നമ്മുടെ പുത്രനെയും അങ്ങ് വധിച്ചിരിക്കുന്നു. നമ്മുടെ പുത്രനെ ഉടനെ എനിക്ക് തിരിച്ചു തരണം. ഇല്ല എങ്കിൽ ഞാൻ ഈ ലോകം നശിപ്പിക്കും. പാർവതിയുടെ ഉഗ്രകോപത്താൽ പരിഭ്രമം പൂണ്ട പരമശിവൻ ഉടൻ പുറത്തേക്ക് പോയി. കാനനത്തിൽ വടക്കുദിക്കിൽ തലചായ്ച്ചു കിടക്കുന്ന ഗജത്തിന്റെ ശിരസറുത്തു കൊണ്ടുവന്ന് ഗണേശന്റെ ഗളസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഗണേശൻ ഗജമുഖരൂപനായി സർവാഭരണ വിഭൂഷിതനായി പുനർജനിച്ചു. ക്ഷിപ്രകോപത്താൽ നമുക്ക് നമ്മുടെ കോപം നിയന്ത്രിക്കുവാൻ കഴിയില്ല. കർമ്മങ്ങളിൽ നിന്റെ ദൃഢനിശ്ചയം ലോകർക്കൊരു പാഠമാകും. നീയാണ് സകല ഗണങ്ങളുടെയും പതി. ഇന്നു മുതൽ നിനക്ക് ഗജമുഖൻ എന്നും നാമമുണ്ടായിരിക്കും. സകല കർമ്മങ്ങളുടെയും നാഥനായ നിന്നെ പൂജിക്കാത്ത ഒരു കർമ്മവും പൂർത്തീകരിക്കില്ല. സർവലോകത്തിനും സർവജീവജാലങ്ങൾക്കും വിഘ്നവിനാശകനായി ഭക്തപ്രിയനായി വാഴുന്നു. അവിടുത്തെ അനുഗ്രഹം പോലെ പിതാശ്രീ. തഥാസ്തു. ലംബോദര വിഭുവേ വിഘ്നേശ്വരനെ തുമ്പങ്ങളാറ്റിയോരേ കറുകമലരിലും കരളിന്റെ ചിമിഴിലും ഹരിശ്രീ കുറിപ്പവനേ. വൈവിധ്യവും നയന മനോഹരവുമായ ലൈവ് ഫ്ലോട്ടുകൾ കലാകേരളത്തിന് പരിചയപ്പെടുത്തിയ കിളിമാനൂർ ബ്രദേഴ്സ് ആർട്സ് അഭിമാനപൂർവ്വം സമർപ്പിക്കുന്നു സൂപ്പർ ഡ്രാമാറ്റിക് ലൈവ് ഫ്ലോട്ട് ബാലഗണപതി ബാലഗണപതി. തുമ്പിക്കരം നീട്ടി നെറുകിൽ തലോടുമ്പോൾ ബിംബങ്ങളുണരും നിൻ തമ്പുരാനേ.
കരം നീട്ടി നെറുകിൽ തലോടുമ്പോൾ ഇമ്പങ്ങളുണരും തമ്പുരാനേ. ഏകദന്തം കുറിക്കും അക്ഷരപ്പൊരുൾ ഭൂമി ഓങ്കാരശ്രുതി നീട്ടും പ്രണവനാദം ഉള്ള ഗജമുഖവരവീര സുഖദാമൃതം. ഏകദന്തം കുറിക്കും അക്ഷര